കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ ബാലസാഹിത്യ ചർച്ചയിൽ പങ്കെടുത്ത് വി.എം. രാജ്മോഹൻ സംസാരിക്കുന്നു. ബാലസാഹിത്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇവിടെ ബാലസാഹിത്യം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു കാലത്താണ്. അതുപോലെ തന്നെ സാറിവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ വീണ്ടും വീണ്ടും വായിക്കപ്പെടാൻ പറ്റുന്ന ബാലസാഹിത്യമൊന്നും ഇല്ല എന്ന് പ്രമുഖരായ ചില ആളുകൾ, സാഹിത്യകാരന്മാർ അഭിപ്രായപ്പെട്ട കാര്യം ഇവിടെ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ നമ്മുടെ സുകുമാർ അഴീക്കോട് പറഞ്ഞ കാര്യം, അതുപോലെ ഒരിക്കൽ ടി പത്മനാഭൻ പറഞ്ഞത് ഈ കുഞ്ഞിഞ്ഞി കവിതകളൊക്കെ വെറും അതൊന്നും കവിതയല്ല, അതൊന്നും കവിതയല്ല, അദ്ദേഹത്തെ ഒരു കവിയായി പരിഗണിക്കാൻ പറ്റില്ല എന്നാണ്. അതൊക്കെ ഓരോരുത്തരുടെ അഭിരുചി അനുസരിച്ച് പറയുന്നതാണ്. ബാലസാഹിത്യത്തിൽ വായിച്ചു തുടങ്ങിയത് കൊണ്ടാണ് അങ്ങനെ വായനാശീലം വരാൻ കാരണം ബാലസാഹിത്യം വായിച്ചാണ്. ആ ബാലസാഹിത്യം വായിച്ച് മുതിർന്ന സാഹിത്യം വായിച്ച് പിന്നീട് എന്റെ മേഖല ബാലസാഹിത്യമാണെന്ന് ഉറപ്പിച്ച് അതിൽ നിൽക്കുന്ന ഒരാളാണ്. എന്ന് മാത്രമല്ല, അധ്യാപകനായതുകൊണ്ട് 10-36 വർഷം കുട്ടികളായിട്ട് ഇടപഴകിയുള്ള അനുഭവങ്ങളും ഇപ്പോഴും കുട്ടികളുമായിട്ട് സംസാരിക്കുന്നത് കൊണ്ടും ഉറപ്പിച്ചു പറയാം, ബാലസാഹിത്യം കുട്ടികൾക്ക് ആവശ്യമാണ്. പിന്നെ ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ജനിക്കുമ്പോൾ തന്നെ മൊബൈൽ ഫോൺ കൈ കിട്ടുന്ന തലമുറയാണ്. അവർക്ക് ഗെയിമുകളും ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടും. അപ്പൊ കുട്ടികളുടെ ശ്രദ്ധ അതിലേക്ക് പോകും. അത് ഇന്നത്തെ സാഹചര്യത്തിൽ സ്വാഭാവികമാണ്. ഒരുപാട് വിനോദമാധ്യമങ്ങളും ഒരു വിനോദമാധ്യമങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് വായനശാലയിൽ നിന്ന് കിട്ടിയ പഴകിയ മഞ്ഞിച്ച ഒട്ടും ആകർഷകമല്ലാത്ത ബാലസാഹിത്യ കൃതികളൊക്കെ വായിച്ചു തുടങ്ങിയവരാണ് സിപ്പി സാറൊക്കെ. ഞാനൊക്കെ വന്നപ്പോഴും എന്റെ ബാല്യകാലത്തും ഞാൻ ആദ്യം വായിച്ച പുസ്തകമൊക്കെ വെറും ഒട്ടും ആകർഷകമല്ല, അതിന്റെ അച്ചടിയൊന്നും. പക്ഷെ അത് അന്ന് ആദ്യം വായിച്ച ആ പുസ്തകത്തിലെ കഥകൾ മുഴുവൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന് മാത്രമല്ല, അതൊക്കെ ഇപ്പോഴും കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു വായനശാലയിൽ, എൻ്റെ നാട്ടിലെ അഴകത്ത് പത്മനാഭക്കുറുപ്പ് വായനശാല എന്ന വായനശാലയിൽ എൻ്റെ അച്ഛൻ കൊണ്ട് ചേർത്തതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു വഴിത്തിരിവായി മാറിയത്. പിന്നീട് സ്കൂൾ ലൈബ്രറികളിലൊക്കെ ചെറിയ നമ്മുടെ കേരള സംസ്ഥാന സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഇറക്കിയ ബാലസാഹിത്യ കൃതികൾ, ഒരു കളറും ഇല്ലാത്ത പുസ്തകങ്ങൾ, പിന്നെ നമ്മുടെ KV രാമദാസ് സാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തയ്യാറാക്കിയ പുസ്തകങ്ങൾ, അതൊക്കെ ആയിരുന്നു സ്കൂളുകളിൽ. സിപ്പി സാറും ഒക്കെ ആദ്യകാലത്തൊക്കെ അതൊക്കെ വായിച്ചിട്ടുണ്ടാവും. അതിലൊക്കെ പങ്കെടുത്തുള്ളവരാണ് അവരൊക്കെ. അതിനുശേഷം പിന്നീടാണ് ഒരു 70കളിലൊക്കെയാണ് നല്ല കളർ അച്ചടിയിലൊക്കെ, പിന്നെ ഈ നേരത്തെ പറഞ്ഞ ശിശുദിന സമ്മാനപ്പെട്ടിയൊക്കെ ഉള്ളായിരുന്നു. ഇപ്പൊ നമ്മുടെ പ്രശ്നം കുട്ടികൾ വായിക്കണോ വേണ്ട? കുട്ടികൾ തീർച്ചയായിട്ടും വായിക്കണം. വായിച്ചെങ്കിൽ മാത്രം ഇന്നത്തെ വളരെ പെട്ടെന്ന് തന്നെ അപകടങ്ങളിലേക്ക്, തെറ്റായ കാര്യങ്ങളിലേക്ക്, ലഹരിയിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവിടെ നല്ല മൂല്യങ്ങൾ വളർത്തണമെങ്കിൽ അതിന് ബാലസാഹിത്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. അതിന് കഥയ്ക്കും കവിതയ്ക്കും ഒക്കെ ഉണ്ട്. പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ സാറ് പറഞ്ഞ പോലെ പുരാണ കഥകൾ ഒരു കാലത്ത് അവസാനിക്കുന്നത്. പക്ഷെ പണ്ടത്തെ ഭാഷയിലല്ല നമ്മൾ പറയേണ്ടത്, അവരുടെ ഭാഷയ്ക്കനുസരിച്ച് നമ്മൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരത് കേൾക്കും. അതുപോലെ ശാസ്ത്ര സാഹിത്യത്തെ കുറിച്ച് പറഞ്ഞു. മലയാളത്തിൽ വലിയ ബാലസാഹിത്യമൊന്നും ഇല്ല, സമ്പന്നമല്ലാന്നൊക്കെ നമ്മുടെ തന്നെ സാഹിത്യകാരന്മാർ നേരത്തെ പറഞ്ഞതുപോലെ പറയാറുണ്ട്. പക്ഷെ ഏറ്റവും സമ്പന്നമായ ബാലസാഹിത്യ ശാഖയാണ് മലയാളത്തിലുള്ളത്. മലയാളത്തിൽ പ്രത്യേകിച്ചും മറ്റൊരു ധാര കൂടിയുണ്ട്, അത് ശാസ്ത്ര സാഹിത്യത്തിന്റെയാണ്. അതിവിടെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളും ഒക്കെ ശ്രമിച്ചതുകൊണ്ടാണ് വലിയൊരു ശാസ്ത്ര സാഹിത്യ ശാഖ ഇവിടെ ഉണ്ടായത്. അതിന്റെ അപ്പോസ്തലൻ എന്ന് പറയുന്നത് PT ഭാസ്കര പണിക്കരായിരുന്നു. അദ്ദേഹമാണ് ഒരുപാട് സാഹിത്യകാരന്മാരെ വളർത്തിയെടുത്തത്. ശാസ്ത്ര സാഹിത്യകാരന്മാരെ മാത്രമല്ല, മറ്റുള്ളവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ച ആളാണ് PT ഭാസ്കര പണിക്കർ. അദ്ദേഹത്തിന്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ആളുകളാണ്. സിപ്പി സാറും ഒക്കെ അദ്ദേഹമായിട്ടൊക്കെ വളരെ സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നതാണ്. പ്രൊഫസർ S ശിവദാസ് എന്ന മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ബാലശാസ്ത്ര സാഹിത്യ കൃതികൾ എഴുതുന്ന ആളിനെ രംഗത്ത് കൊണ്ടുവന്നത്, വെറും ഒരു കോളേജ് അധ്യാപകനായ അദ്ദേഹത്തെ കൊണ്ടുവന്നത്, എനിക്കിത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് ഈ PT ഭാസ്കര പണിക്കരാണ്. യുറീക്ക, ശാസ്ത്ര കേരളം തുടങ്ങിയ മാസികയിലൂടെ. ഞാൻ ആദ്യം വായിച്ച മാസിക ബാലയുഗമാണ്. യുറീക്ക മാസികയിലൂടെയാണ് പിന്നീട് വായിച്ചു വളർന്നത്. പിന്നീട് ഞാൻ അതിന്റെ പത്രാധിപ സമിതി അംഗമായപ്പോഴാണ് ഒരുപാട് ട്രെയിനിങ്ങുകൾ കിട്ടിയത്. അതിൽ എനിക്കും കിട്ടിയ ഒരു പാഠം, ഈ നമ്മുടെ പല ബാലമാസികളിലും ചിത്രകഥകളിലൊക്കെ ഈ മോശപ്പെട്ട വാക്കുകൾ
മോശമായിട്ട് അതായത് ദുരന്ത കഥകളൊക്കെ കൊടുക്കും. ഒരിക്കലും ബാലസാഹിത്യത്തിൽ അതിന് സ്ഥാനമില്ല. പെച്ചി, റാസ്കൽ എന്നൊക്കെ പറഞ്ഞുള്ള വാക്കുകളൊക്കെ പണ്ട് ചിത്രകഥയിലൊക്കെ സ്ഥിരം വരുമായിരുന്നു. പക്ഷെ അതൊന്നും, അത്തരം വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നല്ല വാക്കുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഒരിക്കലും യുറീക്കയുടെ 10ാം സമിതി കൂടിക്കൊണ്ടിരുന്ന പ്രൊഫസർ എം കെ പ്രസാദ്, ഈ നാട്ടുകാരനായ പ്രൊഫസർ എം കെ പ്രസാദ്, അദ്ദേഹം പരിഷത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിലൊരാളാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഈ ആഗോളതാപനം വരുന്നു, അതിന്റെയൊക്കെ തുടങ്ങുമ്പോഴാണ്. അപ്പൊ ആഗോളതാപനം വരുന്നു, ഈ ഭൂമി നശിച്ചു പോകും എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ലേഖനം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ഒരു നിരാശ വളർത്തുന്ന ചിന്തകൾ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതിന് ശാസ്ത്രത്തിന് കഴിവുണ്ട്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചാൽ പരിഹരിക്കാൻ പറ്റുന്ന പോസിറ്റീവ് ചിന്തയിലുള്ള കൃതികളാണ് നമുക്ക് വേണ്ടത്. അതുപോലെ ധാർമ്മിക മൂല്യങ്ങൾ, നമ്മൾ പാഠപുസ്തകങ്ങളിൽ വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കുന്നുള്ളൂ. പാഠപുസ്തകങ്ങളോട് അനുബന്ധിച്ച് ധാരാളം വായനയ്ക്കുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിയാണ് ഇന്ന് സ്കൂളുകളിലൊക്കെ വിദ്യാരംഗ കലാസാഹിത്യ വേദിയൊക്കെ പ്രവർത്തിക്കുന്നത്. ഒരുപാട് പുതിയ പുതിയ എഴുത്തുകാര് രംഗത്ത് വരുന്നുണ്ട്. കുട്ടികൾ ധാരാളമായിട്ട് എഴുതുന്നുണ്ട്. ഞങ്ങളൊക്കെ സിപ്പി സാർക്ക് സംസ്ഥാന യുവജനോത്സവത്തിന്റെ ജഡ്ജായിട്ട് കാൽ നൂറ്റാണ്ട് ഒന്നുമല്ല അല്ലേ, കാൽ നൂറ്റാണ്ടിലെ പ്രവർത്തി. അവർക്കറിയാം പുതിയ രചനകൾ, പുതിയ നമ്മുടെ ഭാഷയൊന്നുമല്ല അവര്, പുതിയ ഭാഷ, അവരുടെ ഭാഷയിൽ അത് പറയും. നമ്മളൊരു കഥ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന അവരുടെ ഭാഷയിലായിരിക്കണം. അവരുടെ ഭാഷ നമ്മൾ പഠിക്കുകയും അവരോടൊപ്പം ചെലവഴിക്കുകയും. അപ്പം നമ്മൾ മുറിയടച്ചിട്ടിരുന്ന് സാഹിത്യം എഴുതുന്നവർക്ക് അവർ ഔട്ടായി പോകും. പക്ഷെ കുട്ടികളുമായിട്ട് സംസാരിക്കുന്നത്, അതിന് സ്കൂളിൽ അധ്യാപകനാണോന്നില്ല, നമ്മുടെ വീട്ടിലെ പേരെ കുട്ടികളുമായിട്ട്, നമ്മൾ അയലത്ത് കുട്ടികളായിട്ടൊക്കെ സംസാരിക്കുകയും നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ അവരെങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്ന് ടെസ്റ്റ് ചെയ്ത് നമുക്കറിയാം എന്താണ് അവർക്ക് വേണ്ടതെന്ന്. വളരെ നല്ല പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ശാസ്ത്ര കവിതകളുടെ ഒരു പുതിയ ധാരയും മലയാളത്തില് അത് ഉണ്ടായിട്ടുണ്ട്. അതും ഈ എറണാകുളക്കാരന് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ആൾ. അദ്ദേഹം മരിച്ചുപോയി, പി മധുസൂദനൻ. അദ്ദേഹത്തിന്റെ കവിതകള് ഇപ്പൊ ചൊല്ലിയാലും കുട്ടികൾ കേൾക്കും. ശാസ്ത്രബോധവും സാഹിത്യത്തെ സമന്വയിക്കണം. സാറ് പറഞ്ഞ പോലെ വെറുതെ മധുരം പുരട്ടി കൊടുത്തിട്ട് കാര്യമില്ല. ശാസ്ത്ര കാര്യങ്ങളെ സാഹിത്യമാക്കി മാറ്റാൻ കഴിയണം. കവിത എഴുതുന്ന കാലമാണല്ലോ. കവിത എഴുതണമെങ്കിൽ നമ്മൾ കവിത പഠിപ്പിക്കണം. കവിത പഠിപ്പിക്കാനുള്ള സർഗാത്മകമായ രചനകൾ ഉണ്ടാകണം. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ടുകൾ വെച്ചാണ് കവിത എഴുതുന്നത്, ചിത്രം വരയ്ക്കുന്നത്. ഇനി വളരണമെങ്കിൽ പുതിയ പുതിയ ഇൻപുട്ടുകൾ കൊടുക്കണം, പുതിയ പുതിയ കാര്യങ്ങൾ കൊടുക്കണം. സിപ്പി പള്ളിപ്പുറം എഴുതിയ പോലെ കവിത എഴുതാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എഴുതിരും. പക്ഷെ അതിന് സിപ്പി പള്ളിപ്പുറ സാറിന്റെ രചനകൾ ആദ്യം ഇത് മുഴുവൻ അപ്ലോഡ് ചെയ്തെങ്കിലേ സിപ്പി സാറിന്റെ കവിത വിശകലനം ചെയ്ത് ഒരു കവിത അവരെഴുതത്തുള്ളൂ. അല്ല, സിപ്പി സാറിന്റെ കവിത എഴുതാൻ ഒരു കവിത കൊടുത്താൽ അതനുസരിച്ച് ഒരു കവിത എഴുതും. OMV കുറുപ്പ് പോലെ ഒരു പ്രസംഗം തയ്യാറാക്കി തരണം എന്ന് പറഞ്ഞാൽ അത് തരൂപ്പോ ചിത്രം വരച്ചു. പക്ഷെ ഇതിനൊക്കെ മനുഷ്യനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരിക്കലും മറികടക്കരുത്. കാരണം ഇത് മനുഷ്യനുണ്ടാക്കിയതാണ്. അപ്പൊ പുതിയ പുതിയ ധാരാളം രചനകൾ, കാലത്തിനകത്തുള്ള രചനകൾ ഉണ്ടാവുകയും, പിന്നെ രണ്ടാമത്തെ കാര്യം ഇത് വായിക്കണമെങ്കിൽ അച്ഛനും അമ്മയും വായിക്കാതെ ഒരു കുട്ടിയും വായിക്കാതെ, പുസ്തകങ്ങൾ ഇവിടുത്തെ എക്സിബിഷനിൽ നിന്ന് കുറെ ബുക്ക് മേടിച്ച് വായിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയും വായിക്കത്തില്ല. ആദ്യം കൊച്ചു കൊച്ചു കുട്ടികളെ മടിയിലിരുത്തി നമ്മൾ തന്നെ കഥകൾ ചൊല്ലി കേൾപ്പിച്ച്, പണ്ട് റീഡ് അലൗഡ് സ്റ്റോറീസ് എന്നൊക്കെ പറഞ്ഞുള്ള തുടങ്ങിയ സിപ്പി സാറും പി ശങ്കരനാരായണ സാറും സൂര്യനാട് രവി സാറൊക്കെയാണ് തുടങ്ങിയത് കേരളത്തിൽ റീഡ് അലൗഡ് സ്റ്റോറീസ്. ആ റീഡ് അലൗഡ് സ്റ്റോറീസ് ഉള്ള സ്റ്റോറികൾ വായിച്ച് കേൾപ്പിച്ച് അവിടെ നിന്ന് കുറെ വായിച്ചു കഴിയുമ്പോൾ പിന്നെ ഇവർ തന്നെ കയ്യിലെടുത്ത് ഇത് വായിക്കാൻ തുടങ്ങും. അങ്ങനെ വായനശീലമുള്ള തലമുറ വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ആ കാര്യം ചെയ്യുന്ന ആളുകളാണ് ഈ ബാലസാഹിത്യകാരന്മാര്. ഞങ്ങള് ബാലസാഹിത്യകാരന്മാരുടെ തന്നെ ചില ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അതിലൊക്കെ ഞങ്ങൾ ഇക്കാര്യം വളരെ വിശദമായി ചർച്ച ചെയ്യാറുണ്ട്. ഇന്ന് ഇവിടെ വരുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പല സുഹൃത്തുക്കളും പറഞ്ഞ കാര്യങ്ങളാണ്, അവരുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. എന്റെ ഒരു പല മാസികളൊക്കെ എഴുതുന്ന ജോസ് പ്രസാദ് എന്ന് പറഞ്ഞ അധ്യാപകനായ അദ്ദേഹം സ്കൂളില് പാടി ക്ലാസ്സിൽ കുട്ടികളോട് പറഞ്ഞ് അവർ കേൾക്കുന്ന കഥകളാണ് അദ്ദേഹം പിന്നെ മാസികകൾക്ക് അയക്കുന്നതെന്ന് പറഞ്ഞു. കുട്ടികളുമായിട്ട് ഇടപഴകുമ്പോൾ കുട്ടികൾക്ക് വേണ്ടത് എന്താണ് എന്നുള്ളത് അവര് പറയും. നമ്മൾ കവിത എഴുതുന്നവർക്കറിയാം നമ്മുടെ കവിത ഏതാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ. ശ്രീ ജോസഫ് മാടപ്പള്ളി അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം എനിക്ക് അയച്ചത് റോബോട്ടിക് ആന. ആ കവിതയൊക്കെ കുട്ടികൾ സ്വീകരിച്ചു. വളരെ മനോഹരമായ വെങ്കിയുടെ ചിത്രത്തിലൂടെ അദ്ദേഹം MP ജോസഫ് എന്നാണ് അദ്ദേഹം ഇപ്പൊ അറിയപ്പെടുന്നത്. അദ്ദേഹം പണ്ട് ലാലു ലീലയിലും ഒക്കെ ധാരാളം എഴുതിയിരുന്നതാണ്. ഇത് അവരൊക്കെ ഇപ്പോഴും ഈ രംഗത്ത് നിൽക്കുന്നത് ഇത് കുട്ടികൾക്ക് വേണമെന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ള ധാരാളം എഴുത്തുകാരെ ഇവിടെ ഇരിക്കുന്ന എഴുത്തിൽ താല്പര്യമുള്ളവരൊക്കെ ആ രംഗത്ത് വരികയും കുട്ടികളെ വായിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വായനശാലകളിലൂടെയും സ്കൂളുകളിലൊക്കെ നടക്കുന്നുണ്ട്. അത് കൂടുതൽ ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ബാലസാഹിത്യം നിലനിൽക്കും. അത് നിലനിൽക്കേണ്ട ആവശ്യമാണ്. ബാലസാഹിത്യത്തിലൂടെയാണ് നമ്മുടെ മുഖ്യ സാഹിത്യത്തിലേക്ക് കുട്ടികൾ എത്തേണ്ടത്. ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല, കാരണം ഇനി രണ്ടുപേരുടെ സംസാരിക്കാനുണ്ട്. അടുത്ത പരിപാടിക്ക് വരുമ്പോൾ സ്റ്റേജ് ഒഴിഞ്ഞു കൊടുക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം.